ഹേ ഗായ്സ്, ക്യാമറ വാസ് ഓൺ. ഇന്ന് ഞാനിവിടെ റിവ്യൂ ചെയ്യുന്നത് റീസെൻ്റായി റിലീസായ മോളിവുഡ് ടൈംസ് എന്നുള്ള മലയാളം മൂവിയാണ്. സ്ട്രെയിറ്റായി പറഞ്ഞാൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ സിനിമ എനിക്ക് അത്ര ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. നസ്ലീനെ വെച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എനർജിയും എൻ്റർടൈൻമെൻറ്റും ഫ്രഷ് ഫീലും ഈ പടത്തിൽ കുറവാണ്. അതുതന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഡ്രോബാക്കാണ് എന്ന് പറയാം. സ്റ്റോറി പറയുന്നത് ഒരു ഡയറക്ടറാകാൻ സ്വപ്നം കാണുന്ന ഒരാളുടെ ജേർണിനെ കുറിച്ചാണ്. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അനുഭവിക്കുന്ന സ്ട്രഗിൾസും ചലഞ്ചസുമാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ സബ്ജക്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അത് ഓഡിയൻസിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പടത്തിന് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം, ഈ സിനിമ 2000 ആ കാലഘട്ടത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ പീരീഡിൻ്റെ ഫീലും നൊസ്റ്റാൾജിയ ഫാക്ടറൊക്കെ ഈ ഫിലിമിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ ഫാമിലിയും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും വന്ന പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ടാണ് ഈ സിനിമ കാണാൻ പോയത്. പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഫീല് വേറെയായിരുന്നു. പടത്തിലൊരു സർപ്രൈസ് ക്യാമിയോ ഉണ്ട്. ആരാണെന്ന് ഞാൻ ഇവിടെ റിവീൽ ചെയ്യുന്നില്ല, അത് നിങ്ങൾ കണ്ടറിയട്ടെ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ സിനിമ ആവറേജിന് താഴെയാണ്. വൺ ടൈം വാച്ച് എന്ന് റെക്കമെൻഡ് ചെയ്യാൻ പോലും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തിയേറ്ററിൽ പോയി കാണണമോ വേണ്ടായോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എനിക്ക് ഈ പടം അത്ര വർക്കായില്ലെന്നാണ് ഫീൽ ചെയ്തത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.